ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി 2026 നേഴ്സിംഗ് അസിസ്റ്റൻറ്റിലെ ട്രേഡിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനോടൊപ്പം ഈ വർഷങ്ങളിലുള്ള ഇനി വരുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഫുൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് pH വെൻ എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ആസിഡ് ആർ മിക്സ്ഡ്? എന്താ നോക്കിയേ, കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കി നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ് പറഞ്ഞേക്കുക? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് pH വെൻ എ സ്ട്രോങ് ആസിഡ്. എന്താണ്? ഒരു സ്ട്രോങ് ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു വീക്ക് ആസിഡും കൂടെ എന്ത് ചെയ്യുകയാണ്? മിക്സ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സൊല്യൂഷൻ്റെ വാല്യൂ, pH വാല്യൂ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ <7, ഓപ്ഷൻ ബി <7, ഓപ്ഷൻ സി 7, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം pH സ്കെയിലിൻ്റെ റീഡിങ് 0 to 7 ആണെങ്കിൽ എന്ത് പറയാം? നമുക്ക് അസിഡിക് മീഡിയം ആണെന്ന് പറയാം. 7 ആണെങ്കിൽ എന്ത് പറയാം? ന്യൂട്രൽ ആണെന്ന് പറയാം. 7 to 14 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ബേസ് മീഡിയം ആണെന്ന് നമുക്ക് പറയാം, അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. സ്ട്രോങ് ആസിഡ്, ഒരു സ്ട്രോങ് ആസിഡും അതിനോടൊപ്പം തന്നെ എന്താണ് വീക്ക് ആസിഡും മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റ് ഒന്നും എന്ത് ചെയ്യത്തില്ല, ഫോം ചെയ്യത്തില്ല. ആസിഡ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? നമുക്ക് ആസിഡ് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. എന്നിട്ട് നമ്മൾ അത് നോക്കിയാൽ മതി. ആസിഡിൻ്റെ pH വാല്യൂ എത്രയാണ് കാണിക്കുന്നത് എന്നാണ് പറയുക. എന്താണ്? <7 ആണ്. 7-നെക്കാട്ടി കുറവാണെങ്കിൽ എന്തായിരിക്കും? അത് അസിഡിക് മീഡിയം ആണ്. അന്നേരം എന്താണ്? വീക്ക് ആസിഡും ഒരു സ്ട്രോങ് ആസിഡും കൂടെ എന്താണ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഒരു ആസിഡാണ്. അതിൻ്റെ pH വാല്യൂ എപ്പോഴും എന്തായിട്ടേ കാണിക്കത്തുള്ളൂ? <7 ആയിട്ടേ കാണിക്കത്തുള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡു എർത്ത് വേം പ്രൊഡ്യൂസ്? അല്ലേ, പ്രൊഡ്യൂസ് എന്താണ് പറഞ്ഞേക്കുക? എർത്ത് വേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് താഴെ തന്നിരിക്കുന്നതിന് ഏത് പേരിലാണ് അറിയപ്പെടുക എന്നാണ്. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ വെർമി കമ്പോസ്റ്റ്, ഓപ്ഷൻ ബി അഗിറ്റോബാക്ടർ, ദെൻ ഓപ്ഷൻ ബി ലാക്ടോബാസിലസ്, ദെൻ ഓപ്ഷൻ ഡി അഗാർക്കസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ് പറഞ്ഞേക്കുക? എർത്ത് വേമുമായിട്ട് റിലേറ്റ്, അല്ലെങ്കിൽ എർത്ത് വേമിൻ്റെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന താഴെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. എന്താണ്? കമ്പോസ്റ്റ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്കറിയാം. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? വെർമി കമ്പോസ്റ്റ്, അല്ലേ? വെർമി കമ്പോസ്റ്റ് എന്നാണ് എന്തെന്നറിയപ്പെടുക. അതായത് എർത്ത് വേം, അല്ലേ? നമുക്ക് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുകയാണ്? അതിനകത്ത് എന്ത് ചെയ്യും? മണ്ണിര കമ്പോസ്റ്റ്, മണ്ണിര ഉള്ളിടത്തോട് എന്ത് ചെയ്യുകയാണ്? വേസ്റ്റ് പ്രോഡക്ട്സ് എല്ലാം നമ്മൾ ഡംപ് ചെയ്യുന്നുണ്ട്. കുറേ ദിവസങ്ങളോ അല്ലെങ്കിൽ കുറേ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് നമുക്ക് ഫലഭൂഷ്ടിയായിട്ടുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എന്തായിട്ട് വളമായിട്ട് മാറുന്നില്ല, നാച്ചുറൽ എന്താ ഫെർട്ടിലൈസർ ആയിട്ടൊക്കെ മാറുന്നുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? വെർമി കമ്പോസ്റ്റ്, അല്ലേ? ഇതിന് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്? എന്തായിരിക്കും? നമുക്ക് കെമിക്കലുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കൃഷി ചെയ്ത വസ്തുക്കളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് സാധിക്കും. അതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ നോർമൽ വാല്യൂ ഓഫ് Na2CO3 10H2O? എന്താണ് Na2CO3.10H2O എന്ന് പറയുന്നത്? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ബേക്കിംഗ് സോഡ, ഓപ്ഷൻ സി കോമൺ സോൾട്ട്, ഓപ്ഷൻ സി വാഷിംഗ് സോഡ, ദെൻ ഓപ്ഷൻ ഡി ലൈം, അല്ലെ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് Na2, അല്ലെ? സോഡിയമായിട്ട് റിലേറ്റഡ് ആണ് പറയുന്നത്. എന്താണ് Na2CO3.10H2O എന്ന് പറയുന്നത് ഏതിനെയാണെന്നാണ്. നോക്കി, ബേക്കിംഗ് സോഡയാണോ, അതോ കോമൺ സോൾട്ട് ആണോ, വാഷിംഗ് സോഡയാണോ, ലൈം സോഡ? നമുക്ക് നോക്കാം, ഓരോന്നിൻ്റെ പേര് നോക്കാം. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഡിയം ബൈകാർബണേറ്റ്, അല്ലേ? സോഡിയം ബൈകാർബണേറ്റിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത്, അല്ലേ? കോമൺ സോൾട്ടിനെ എന്തെന്നറിയപ്പെടുന്നുണ്ട്? സോഡിയം ക്ലോറൈഡ്, അല്ലേ? എന്താണ്? സോഡിയം ക്ലോറൈഡിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? കോമൺ സോൾട്ട് എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സോഡിയം കാർബണേറ്റിനെയാണ്. സോഡിയം
കാർബണേറ്റിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്നത്? വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Na2CO3.10H2 എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ സി, വാഷിംഗ് സോഡയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? Na2CO3.10H2 എന്ന് അറിയപ്പെടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ആർമി GD എക്സാമിനാണെങ്കിലും NAക്കും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ബേക്കിംഗ് സോഡ റിലേറ്റഡ്, അല്ലെങ്കിൽ എന്താണ് വാഷിംഗ് സോഡ റിലേറ്റഡ്, അതും അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ എന്താണ് ഇക്വേഷൻ തന്നിട്ട് അത് ഏത് കോമ്പൗണ്ട് ആണെന്ന് ചോദിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് നോൺ മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കാം നമുക്ക്. സിലിക്കൺ, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി സൾഫർ, ദെൻ ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന നോൺ മെറ്റൽ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് 2 എണ്ണമാണ് പഠിക്കേണ്ടത്. നോൺ മെറ്റലും പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് പഠിക്കേണ്ടത്? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റലും പഠിക്കണം അല്ലേ? ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന മെറ്റലും പഠിക്കണം, അതുപോലെ തന്നെ എന്താണ് ലിക്വിഡ് ഫോമിൽ കാണപ്പെടുന്ന നോൺ മെറ്റലും പഠിക്കണം. ക്വസ്റ്റ്യൻ നോൺ മെറ്റൽ ആണ്, അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോമിൻ ആണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ബ്രോമിനും എഴുതണം. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്ത് എഴുതണം? അതിനകത്ത് എഴുതേണ്ട ആൻസർ എന്താണ്? മെർക്കുറി ആണ്. ക്ലിയർ ആണോ? അതിനാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ ആണെങ്കിൽ എന്ത് എഴുതണം? മെർക്കുറി എഴുതണം. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ആൻസർ എഴുതുക? ബ്രോമിൻ ആണ് അല്ലേ? സിലിക്കൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് എക്സാമ്പിൾ ആണ്? സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സിനൊക്കെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുക? സിലിക്കൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഫോസ്ഫറസ് അവിടെ കാണപ്പെടുന്നുണ്ട്. നമ്മൾ മാച്ച് ബോക്സിൻ്റെ ഒക്കെ സൈഡിൽ റെഡ് കളറിൽ കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് മാച്ച് ബോക്സിനകത്തുള്ള എന്താണ് ആ മാച്ച് ബോക്സിനകത്തുള്ള പിന്നെ നമ്മൾ മാച്ചസിനകത്ത് കാണപ്പെടുന്ന റെഡ് കളറിൽ കാണപ്പെടുന്ന സബ്സ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റെഡ് ഫോസ്ഫറസ് ആണ്. 2 ടൈപ്പാണ് ഫോസ്ഫറസ് കാണപ്പെടുക. വൈറ്റ് ഫോസ്ഫറസും ഉണ്ട്, റെഡ് ഫോസ്ഫറസും ഉണ്ട്. മാച്ച് ബോക്സിനകത്ത് കാണപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? റെഡ് ഫോസ്ഫറസ് ആണ് ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ ആർമി ട്രയലിസ്റ്റ് 2026-ൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി GD, ട്രേഡ്സ്മാൻ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് എന്നീ കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ലൈവ് ക്ലാസ് കാണാൻ പറ്റാത്തവർക്ക് സെയിം ക്ലാസ് ഈവനിങ്ങിനുള്ളിൽ നമ്മുടെ റെക്കോർഡ് സെക്ഷനായിട്ട് നമ്മുടെ ആപ്പിൽ ലഭിക്കുന്നതാണ്. ഡെയിലി നമ്മൾ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം നൽകുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും റിവിഷൻ ക്ലാസ്സും വീക്ക്ലി എക്സാംസും നമ്മൾ നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഓരോന്നിനും 50 പേര് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ സബ്സ്റ്റൻസ് വിച്ച് റിലീസ് ഹീറ്റ് ആർ റിലേറ്റഡ് ടു. എന്താണ് പറഞ്ഞേക്കുന്നത്? ഏതൊക്കെ സബ്സ്റ്റൻസ് ഹീറ്റിനെ റിലീസ് ചെയ്യുന്നോ അങ്ങനെയാണെങ്കിൽ ആ സബ്സ്റ്റൻസുകളെ പറയുന്ന പേര് എന്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ എക്സോതെർമിക്, ഓപ്ഷൻ ബി എൻഡോതെർമിക്, ഓപ്ഷൻ സി റിഡോക്സ്, ദെൻ ഓപ്ഷൻ ഡി ഡീകമ്പോസിഷൻ. 4 കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കാം? റിലീസ് ഹീറ്റ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹീറ്റിനെ റിലീസ് ചെയ്തുകൊണ്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. 2 രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ട്. നോക്കിയേ, എൻഡോതെർമിക്കും ഉണ്ട്, എക്സോതെർമിക്കും ഉണ്ട്. ഈ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് പഠിക്കാം. എൻഡോ എന്ന് വെച്ചാൽ എന്താണ്? അകത്തോട്ടെടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. അങ്ങനെയുള്ള റിയാക്ഷൻ എന്താണ്? എൻഡോയാണ്. അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? എന്തായിരിക്കും? ഹീറ്റിനെ സ്വീകരിച്ചിട്ട് നടത്തുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? എൻഡോ ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോ മീൻസ് എന്താണ്? പുറത്ത്. എക്സോസ്ഫാൻ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ്? ഹീറ്റിനെ പുറം തള്ളുക എന്ന് വെച്ചാൽ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? എക്സോതെർമിക് എന്ന് പറയാം. നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്?
ഓപ്ഷൻ എ എക്സോതെർമിക് ആണ്. റിലീസ് ചെയ്യുന്നത് എപ്പോഴും എക്സോതെർമിക്കും ഹീറ്റിനെ സ്വീകരിച്ചിട്ടാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അത് എൻഡോതെർമിക് റിയാക്ഷനുമായിരിക്കും. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ ഹീറ്റിംഗ് ജിപ്സം X is obtained when water is mixed with X. It again convert into gypsum. What is X? എന്താണ് പറഞ്ഞേക്കാം? X എന്ന് പറയുന്നത് സബ്സ്റ്റൻസിനെ അല്ലേ, ഓൺ ഹീറ്റിംഗ് ജിപ്സം X is obtained. എന്താണ്? ജിപ്സത്തിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സബ്സ്റ്റൻസിനെ കിട്ടുന്നുണ്ട്, X എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ കിട്ടുന്നുണ്ട്. വെൻ വാട്ടർ ഈസ് മിക്സ്ഡ് വിത്ത് എക്സ്, ആ കിട്ടുന്ന സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ജിപ്സമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ് നമുക്ക് പഠിക്കാനായിട്ട്. നോക്കിയേ, ZnSO4 ഡോട്ട് ഹാഫ് H2O, MgSO4 ഹാഫ് H2O, CaSO4 ഡോട്ട് ഹാഫ് H2O, ദെൻ PbSO4 എന്താണ്? ഹാഫ് H2O. നോക്കാം നമുക്ക്. ജിപ്സമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേം എപ്പോഴും എന്തായിരിക്കും? കാൽസ്യമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. കാൽസ്യം കാർബണേറ്റ് എന്നൊക്കെ വരുന്ന ജിപ്സം, നമുക്കറിയാം ജിപ്സം ഒക്കെ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നൊക്കെ വരുന്നത് എപ്പോഴും എന്തായിരിക്കും? കാൽസ്യം റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് ഏതാണ്? സിങ്ക് ആണ്. എന്തായാലും സിങ്ക് ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, മഗ്നീഷ്യം ആണ്. എന്തായാലും മഗ്നീഷ്യം ജിപ്സുമായിട്ട് റിലേറ്റഡ് അല്ല, ഈ ടേം നമുക്ക് കട്ട് ചെയ്യാം. PB എന്ന് വെച്ചാൽ എന്താണ്? ലെഡുമായിട്ട് റിലേറ്റഡ് ആണ്, അത് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ഏതായിരിക്കും ആൻസർ കിട്ടുക? നോക്കിയേ, CaSO4 ഡോട്ട് ഹാഫ് H2 എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നിട്ട് നോക്കിയേ, എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്താണ്? കാൽസ്യം സൾഫേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. CaSO4 ഡോട്ട് ഹാഫ് H2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറയുക ഈ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അല്ലേ. ഈ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ജിപ്സം അല്ലെ, ജിപ്സം വാട്ടറുമായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ബോൺസ് ഒക്കെ ക്രാക്സ് ആവുന്നു അല്ലെങ്കിൽ പൊട്ടൽ വീഴുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഒട്ടിക്കാൻ വേണ്ടി, മീൻസ് ഒട്ടിക്കാനല്ല, ചേർന്നിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാലോ അല്ലെങ്കിൽ കൈയൊക്കെ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടന്റ് എന്താണ്? കാൽസ്യം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അങ്ങനെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അന്നേരം ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് റിയാക്ഷൻ ഒക്കേഴ്സ് വെൻ എ കാൻഡിൽ ബേൺസ്? കാൻഡിൽ ബേൺസ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബയോളജിക്കൽ ചേഞ്ച്, ഓപ്ഷൻ ബി കെമിക്കൽ ചേഞ്ച്, ഓപ്ഷൻ സി കൈനറ്റിക് ചേഞ്ച്, ദെൻ ഓപ്ഷൻ ഡി ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച്. നോക്കി എന്താ പറഞ്ഞേക്കാം? കാൻഡിൽ ബേൺസ് അല്ലേ. കാൻഡിൽ ബേൺസ് എന്ന് വെച്ചാൽ എന്താണ്? തിരി കത്തുക. കാൻഡിൽ മീൻസ് എന്താണ്? മെഴുകുതിരി. മെഴുകുതിരി കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചേഞ്ച് ആയിരിക്കും? നമ്മളെല്ലാവരും വിചാരിക്കും എന്താണ്? ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ക്യാൻഡിലാണ്. മെഴുകുതിരി കത്തുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും എന്താണ്? ഇത് വാക്സ് ആണ്. വാക്സ് ഉരുക്കി എന്ത് ചെയ്യുന്നുണ്ട്? താഴെ വീണാലും നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്? ഉരുക്കി മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിലോട്ട് മാറ്റാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് ഫിസിക്കൽ ചേഞ്ച് ആണ്. പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റിദ്ധരിച്ച് ഫിസിക്കൽ ഓപ്ഷനകത്ത് എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആൻസർ ചെയ്യും. പക്ഷെ എന്താണ്? നോക്കാം നമുക്ക്. എന്താണ് ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ മിഡിൽ എന്തുണ്ട്? ഒരു ത്രെഡ് ഉണ്ട് അല്ലേ. ഈ ത്രെഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കൂടെ ബേൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതെന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ. ആ ത്രെഡ് ബേൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ത്രെഡാക്കി മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ വാക്സ് ഉരുകി എന്ത് പറ്റും? അത് നമുക്ക് മോൾഡ് ചെയ്തെടുത്താൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പറ്റും. അന്നേരം നമുക്ക് നോക്കാം, ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ആണ്. വാക്സ് മെൽറ്റ് ആവുന്ന ഫിസിക്കലും ത്രെഡ് എന്താണ്? കത്തി മാറുന്നത് കെമിക്കലും ആണ്. അന്നേരം ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. ഏതാണ്? ഓപ്ഷൻ ഡി ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് ആണ് എന്തെന്ന് പറയുക? ബേണിംഗ് ഓഫ് ക്യാൻഡിൽ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? 7 ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഓൺ വാട്ട് ഡസ് ദ പിച്ച് ഓഫ് സൗണ്ട് ഡിപ്പെൻസ്? സൗണ്ടിന്റെ പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആംപ്ലിറ്റ്യൂഡ്, ഓപ്ഷൻ ബി വേവ് ലെങ്ത്, ഓപ്ഷൻ സി ഫ്രീക്വൻസി, ദെൻ ഓപ്ഷൻ ഡി ടൈം പീരീഡ്. ഈ 4 ടേമും എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. സൗണ്ടിനെ കുറിച്ചുള്ള പഠനം പറയുന്ന പേരാണ് എന്തെന്ന് പറയുക? അക്വാസ്റ്റിക്സ് അല്ലേ. അക്വാസ്റ്റിക്സ് ആണ് സ്റ്റഡി ഓഫ് സൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റഡി ഓഫ് സൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അക്വാസ്റ്റിക് ആണ് സ്റ്റഡി ഓഫ് സൗണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് നമുക്കറിയേണ്ടത്? നമുക്ക് ഹ്യൂമന് ഓഡിബിൾ റേഞ്ച് ഉണ്ട് 20 ഹെർട്സ് തൊട്ട് എന്താണ്
20,000 ഹെഡ്സ് വരെ എന്താണ് നമുക്ക് ഓഡിബിൾ റേഞ്ച് ആണ്, സൗണ്ടിന്റെ പരിധിയാണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ പരിധിയാണ് 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് എന്ന് പറയുക. 20 ഹെഡ്സിൽ താഴെയുള്ളവ എന്ത് പറയുന്നുണ്ട് നമ്മൾ? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ 20 ഹെഡ്സിന് മുകളിലാണെങ്കിൽ എന്തറിയപ്പെടുന്നുണ്ട്? അൾട്രാസോണിക് സൗണ്ട് എന്നും എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നു. രണ്ട് രീതിയിലുണ്ട്, ഇൻഫ്രാസോണിക് സൗണ്ടും ഉണ്ട്, അൾട്രാസോണിക് സൗണ്ടും ഉണ്ട്. ഈ രണ്ട് സൗണ്ടും നമുക്ക് എന്തല്ല? ഓഡിബിൾ അല്ല. നമുക്ക് ഓഡിബിൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, അല്ലെ ശ്രവണ പരിധി എന്ന്, ഹ്യൂമൻ ബീങ്സിന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നും അല്ലായിരുന്നു. എന്താണ്? പിച്ച് ഓഫ് സൗണ്ട്, സൗണ്ടിന്റെ പിച്ച് ഹൈ ആവുന്നുണ്ട്, ലോ ആവുന്നുണ്ട്. ഈ പിച്ചിന്റെ അല്ലേ, പിച്ച്, സൗണ്ട് ഓഫ് പിച്ച് എന്ന് പറയുന്നത് ഏത് ടേമുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ആൻസർ എഴുതാനായിട്ട് പറ്റും നമുക്ക്? എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഫ്രീക്വൻസി. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി, ഫ്രീക്വൻസി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? എന്നിട്ട് നോക്കിയാൽ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇത് ഇത്രയും എന്താണ്? സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്. സൗണ്ടിലെ ഒരു ടേം ആണ് എന്തെന്ന് പറയുക? പിച്ച് എന്ന് പറയുക. ഈ പിച്ച് എപ്പോഴും റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതിനെ മാത്രമായിരിക്കും? ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കാണപ്പെടുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ് ബട്ട് ഈസ് നോട്ട് കോമൺലി ഗീവ് അസ് ഫെർട്ടിലൈസർ? എന്താണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റ്സ്? പ്ലാന്റ്സിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റിന് അത് തന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്? ബട്ട് ഈസ് നോട്ട് കോമൺലി ഗിവൺ ആസ് ഫെർട്ടിലൈസർ. പക്ഷേ കോമൺ ഫെർട്ടിലൈസറിനകത്ത് അത് കാണപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതായിരിക്കും ആ എലമെന്റ് എന്ന് കണ്ടുപിടിക്കാനാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? പ്ലാന്റ്സിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള എലമെന്റ് ആണ്. പക്ഷേ ആ എലമെന്റ് എന്തല്ല? ഒരു ഫെർട്ടിലൈസറിന്റെ കോമൺ ഫാക്റ്റ് ആയിട്ട് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിലോട്ട് നമുക്ക് നോക്കാം. ഓപ്ഷൻ നോക്കി. കാർബൺ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം. 4 തന്നിട്ടുണ്ട്. നോക്കി, നൈട്രജൻസ് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷത്തിലെ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? പയർ ചെടിയുടെ നൊഡ്യൂൾസിനകത്ത്, അല്ലെ പയറിൻ്റെ നൊഡ്യൂൾസിനകത്ത് കാണപ്പെടുന്ന ബാക്ടീരിയസ് എന്ത് ചെയ്യുന്നുണ്ട്? അതിന് വേണ്ടുന്ന രീതിയിൽ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് എന്ത് കൺവേർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിക്കുന്ന ഫെർട്ടിലൈസേഴ്സിനകത്ത് എന്തുണ്ട്? നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഫോസ്ഫറസ് കണ്ടന്റും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? പൊട്ടാസ്യം കണ്ടന്റ്. ഇത് മൂന്നും എന്താണ്? പ്ലാന്റ്സിന്റെ എന്താണ്? ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ എന്താണ്? അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ ഫെർട്ടിലൈസറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എലമെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ എന്താണ്? എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഏതാണ്? കാർബൺ ആണ്. പക്ഷെ അതെന്ത് ചെയ്യത്തില്ല? ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു ടേമിനകത്തോട്ട് വരത്തില്ല. അന്നേരം ആൻസർ ഏതാണ് എഴുതേണ്ടത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് എലമെന്റ്സ് ആർ പ്രസന്റ് ഇൻ NPK ഫെർട്ടിലൈസർ? അല്ലെ, നമ്മൾ വളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് NPK മിശ്രിതം എന്നറിയപ്പെടുന്നു. അല്ലെ, NPK എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസർ ആണ്. നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ആണ് NPK എന്ന് പറയുക. ഇതിനകത്ത് എന്ത് ചെയ്യുക? കാണപ്പെടുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ പൊട്ടാസ്യം, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി ഫോസ്ഫറസ്, ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. എന്താണെന്ന് നോക്കി. NPK മിശ്രിതം എന്നറിയപ്പെടുന്നതിനകത്ത് കമ്പോണൻസ് ഏതുണ്ട്? പൊട്ടാസ്യം ഒരു കമ്പോണന്റ് ആണ്. നൈട്രജൻ എന്താണ്? വേറൊരു കമ്പോണന്റ് ആണ്. ഫോസ്ഫറസ് എന്താണ്? NPK മിശ്രിതത്തിലെ വേറൊരു കമ്പോണന്റ് ആണ്. അതിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ ആയിരിക്കും കറക്റ്റ് ആൻസർ. അല്ലെ, NPK മിശ്രിതത്തിനകത്ത് കാണപ്പെടുന്ന എലമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? പൊട്ടാസ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഓൾ ഓഫ് ദി എബോ ഉണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഈസ് ആൻ ആംഫോട്രിക് ഓക്സൈഡ്? എന്താണോ ആംഫോട്രിക് ഓക്സൈഡ്? അസിഡിക് സ്വഭാവവും അതുപോലെ തന്നെ എന്താണ്? ബേസിക് സ്വഭാവം കോമൺ ആയിട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? ആംഫോട്രിക് സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് ആംഫോട്രിക് ഓക്സൈഡ് ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ CO2,
ഓപ്ഷൻ ബി CO, ഓപ്ഷൻ സി Al2O3, then ഓപ്ഷൻ ഡി P2S4. നോക്കിയാൽ എന്തായിരിക്കും ആംഫോട്രിക് ഓക്സൈഡിന് എപ്പോഴും ഏതാണ് അലൂമിനിയം അല്ലെ, അലൂമിനിയം റിലേറ്റഡ് അലൂമിനിയം ഓക്സൈഡ് ആണ്, അല്ലെങ്കിൽ Al2O3 ആണ് എന്തെന്ന് പറയുക ആംഫോട്രിക് ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO എന്ന് പറഞ്ഞാൽ എന്താണ് കാർബൺ മോണോക്സൈഡ്. എന്തായാലും അതൊന്നും ആൻസർ വരില്ല. ഏതായിരിക്കും വരിക അലൂമിനിയം ഓക്സൈഡ് അല്ലെ Al2O3 ആണ് എന്തെന്ന് പറയുക ആംഫോട്രിക് ഓക്സൈഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കി, വാട്ട് ഡസ് എ സ്ട്രോങ് ആസിഡ് ഫോം വെൻ ഇറ്റ്സ് റിയാക്ട് വിത്ത് എ വീക്ക് ബേസ്? എന്താണ് പറഞ്ഞേക്കാം, ഒരു സ്ട്രോങ് ആസിഡ് അല്ലേ എന്ത് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു വീക്ക് ബേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ എ നോക്കിയേ, ഓപ്ഷൻ എ അസിഡിക് സോൾട്ട്, ഓപ്ഷൻ ബി ആൽക്കലൈൻ സോൾട്ട്, ഓപ്ഷൻ സി ന്യൂട്രൽ സോൾട്ട്, ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അല്ലേ നമുക്കറിയാം എന്താണ് ഒരു ആസിഡും അതുപോലെ തന്നെ എന്താണ് ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും സോൾട്ട് ആയിരിക്കും ലഭിക്കുക. എന്താണ് ഒരു ആസിഡും ഒരു ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് സോൾട്ട് ആയിരിക്കും ലഭിക്കുക. ഈ സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഏത് നേച്ചർ ആയിരിക്കും കാണിക്കുക, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഏത് നേച്ചർ ആയിരിക്കും കാണിക്കുക ആസിഡിൻ്റെ നേച്ചർ കാണിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും കാണിക്കത്തില്ല. ഇനി നോക്കിയേ ബേസിൻ്റെ നേച്ചർ കാണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബേസിൻ്റെ നേച്ചറും കാണിക്കത്തില്ല. ഇതെന്തായിരിക്കും പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കും, അത് പുതിയൊരു സ്വഭാവമായിരിക്കും കാണിക്കുക അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ നമ്മൾ പറഞ്ഞു ഈ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ട് ആണെങ്കിൽ ഇതിനൊരു പ്രോസസ്സിനൊരു പേര് പറയും. ആ പ്രോസസ്സിൻ്റെ പേരാണ് എന്തെന്ന് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. കേട്ടിട്ടുണ്ടോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? എന്താണ് ഒരു ആസിഡും ഒരു ബേസും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു ആൻസർ ഏതായിരിക്കും ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ ഈസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ എ സോളിഡ്? നമുക്കറിയാം നമ്മൾ മാറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് എന്തെന്ന് പറയുക സോളിഡ്, രണ്ടാമത്തെ എന്താണ് ലിക്വിഡ് ആണ്, മൂന്നാമത്തെ എന്താണ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലാസ്മ സ്റ്റേറ്റ് ആണ് അല്ലേ. 4 സ്റ്റേറ്റിലാണ് നമ്മൾ കാണപ്പെടുക. ഏതൊക്കെയാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ 4 സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഹൗ ഇസ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ് സ്റ്റേറ്റ് അല്ലെ. സോളിഡ് സ്റ്റേറ്റിനകത്തൂടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് നമുക്ക് 3 മെത്തേഡാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുക കൺവെക്ഷൻ, അടുത്തയാണ് എന്തെന്ന് പറയുക കണ്ടക്ഷൻ, മൂന്നാമത്തെയാണ് റേഡിയേഷൻ. ഈ 3 മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുക ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് നോക്കി നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു സോളിഡ് സ്റ്റേറ്റിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും എഴുതേണ്ടത് ഓപ്ഷൻ ബി കണ്ടക്ഷൻ മെത്തേഡ് ആണ്. ഏതാണ് കണ്ടക്ഷൻ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സോളിഡിനകത്ത് ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഹീറ്റിനെ എന്ത് ചെയ്യുകയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി നോക്കി ഈ കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകം എന്ന് പറഞ്ഞാൽ നോക്കി ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന വസ്തുവിനകത്തും ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് ഇരിക്കുന്ന വസ്തുവിനകത്തും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതണം ഓപ്ഷൻ ഏത് എഴുതണം കൺവെക്ഷൻ എഴുതണം. ഏതാണ് എഴുതേണ്ടത് കൺവെക്ഷൻ ആണ് എഴുതേണ്ടത്. ഇനി നോക്കി റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു മീഡിയം ആവശ്യമില്ലാണ്ട് ഏത് മീഡിയത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയും അതുപോലെ എന്താണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ എഴുതേണ്ടത് റേഡിയേഷൻ ആണ് എഴുതേണ്ടത്. സണ്ണിൽ നിന്നുള്ള ഹീറ്റ് നമുക്ക് ഭൂമിയിൽ എത്തുന്നത് ഏത് മെത്തേഡ് വഴിയാണെന്ന് ചോദിച്ചാൽ അതും എന്ത് എഴുതാം നമുക്ക് റേഡിയേഷൻ വഴിയാണ് എന്ത് ചെയ്യുക ഹീറ്റ് ഭൂമിയിലോട്ട് എത്തുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇപ്പോൾ നല്ല ക്വസ്റ്റ്യൻ ഇതാണ്. The particles of matter are in motion because they have എന്താണ് പറഞ്ഞേക്കുക particles of matter are in motion. ഒരു മാറ്ററിനകത്തുള്ള പാർട്ടിക്കിൾസ് മോഷനിലൂടെ ലഭിക്കുന്ന എനർജി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ മെക്കാനിക്കൽ എനർജി, ഓപ്ഷൻ ബി കൈനറ്റിക് എനർജി, ഓപ്ഷൻ സി ഇലക്ട്രിക് എനർജി, ദെൻ ഓപ്ഷൻ ഡി പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് റസ്റ്റിൽ കാണപ്പെടുന്ന ഒരു ഒബ്ജക്റ്റിനകത്ത് കാണപ്പെടുന്ന എനർജി എപ്പോഴും ഏതിലായിരിക്കും പൊട്ടൻഷ്യൽ എനർജിയിലായിരിക്കും കാണപ്പെടുന്നത്. മൂവ്മെന്റിലൂടെ ലഭിക്കുമ്പോൾ കിട്ടുന്ന എനർജി അല്ലേ ഒരു വസ്തു മൂവ്മെന്റിലൂടെ ലഭിക്കുമ്പോൾ കിട്ടുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക കൈനറ്റിക് എനർജി ആയിരിക്കും നമ്മൾ എഴുതുക. ഇനി മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മെക്കാനിക്കൽ എനർജി അതായത്
കൈനറ്റിക് എനർജിയുടെയും അതുപോലെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? മെക്കാനിക്കൽ എനർജി എന്നറിയപ്പെടുന്നത് അല്ലേ? കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുക. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി എന്താണ്? P = എന്താണ്? mgh. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? mgh ആണ്. അതുപോലെ തന്നെ എന്താണ്? ഡാമിനകത്ത് റിസർവോയറിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കാണപ്പെടുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി ആണ് എഴുതേണ്ടത് അല്ലേ? നമുക്ക് അതുപോലെ തന്നെ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ കംപ്രസ് ചെയ്ത സ്പ്രിങ്ങിനകത്ത് കാണപ്പെടുന്ന എനർജി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? പൊട്ടൻഷ്യൽ എനർജിയാണ് എഴുതേണ്ടത്. പൊട്ടൻഷ്യൽ എനർജിയാണ് എഴുതേണ്ടത്. ഒരു ഒബ്ജക്റ്റ് മൂവ്മെന്റിലൂടെ ലഭിക്കുന്ന എനർജി എപ്പോഴും എന്തായിരിക്കും? മാറ്റേഴ്സ് ആർ ഇൻ മോഷനിലൂടെ ലഭിക്കുന്ന എനർജി എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ബി കൈനറ്റിക് എനർജിയാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് ദ ഇനേർഷ്യ ഓഫ് ആൻ ഒബ്ജക്ട് ഡിറ്റർമൈൻഡ്? എന്താണ്? ഒരു ഒബ്ജക്റ്റിലെ ഇനേർഷ്യ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ. ഓപ്ഷൻ എ എനർജി, ഓപ്ഷൻ ബി ആക്സലറേഷൻ, ഓപ്ഷൻ സി പവർ, ദെൻ ഓപ്ഷൻ ഡി മാസ്. നമുക്കറിയാം എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്വമാണ് അല്ലെ? ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനേർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് ടേമുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഓപ്ഷൻ ഡി മാസുമായിട്ടാണ്. എക്സാമ്പിൾ നമുക്ക് പറയാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഇതാണ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? ഇനേർഷ്യ ഓൾസോ ഇൻക്രീസ്. ഇനേർഷ്യ ഓൾസോ ഇൻക്രീസ്. നമ്മൾ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടുന്നുണ്ട്? ഇനേർഷ്യ കൂടുന്നുണ്ട്. അത് നമ്മൾ ഫാറ്റി ആയിട്ടുള്ള ഒരു ബോയ് എന്താണ് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ഫാറ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഭയങ്കര മടിയനായിരിക്കും. അയാൾക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല, നടക്കാനായിട്ട് സാധിക്കില്ല. അന്നേരം ജഡത്വം എന്തായിരിക്കും? വളരെ ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും ആ ബോഡിക്ക്. കണ്ടീഷൻ ഇതാണ്, മാസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇനേർഷ്യ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾസോ ഇൻക്രീസ് അല്ലേ? മാസ് കൂടിക്കഴിഞ്ഞാൽ ഇനേർഷ്യ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഓക്കെയാണ്. അന്നേരം റിലേറ്റഡ് ആയിട്ടുള്ള ലോ വെച്ച് കഴിഞ്ഞാൽ എന്താ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് എന്തെന്ന് പറയുക? ലോ ഓഫ് ഇനേർഷ്യ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ കണ്ടീഷൻ ഓഫ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്? എന്താണ് ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസസ് ലിക്വിഫാക്ഷൻ ആകുന്നത് ഏത് പ്രോസസ് അല്ലെ ഏത് കണ്ടീഷൻ അനുസരിച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. എന്താണ്? ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ഓപ്ഷൻ ബി ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. എന്താണ്? ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഓപ്ഷൻ സി ലോ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ദെൻ ഓപ്ഷൻ ഡി ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഏതായിരിക്കും ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും ആൻസർ? അല്ലെ, ലിക്വിഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? പ്രഷർ കൂടുതലായിരിക്കും. അന്നേരം പ്രഷർ കൂടുതലായിട്ട് വരുന്ന ടേംസ് ഏതൊക്കെയാണ്? രണ്ടെണ്ണം. എന്താണ്? ഇത് രണ്ടും ആണെന്നിട്ട് ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഹൈ പ്രഷറും ഉണ്ട്. അത് ലോ ടെമ്പറേച്ചർ ആണോ വരുന്നത് അതോ ഹൈ ടെമ്പറേച്ചർ ആണോ വരുന്നത്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ആണോ നോക്കുക. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ഇത് രണ്ടിലാണോ ഒരെണ്ണം ആൻസർ ഉള്ളത്? ഏതായിരിക്കും ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ ഒന്നാമത്തെ ആണോ അതോ നാലാമത്തെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ എ ആണ്. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ആണ് എന്തെന്ന് പറയുക? ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസിൽ എന്താണ് കണ്ടീഷൻ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ലഭിക്കുന്നതും അതുപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതും നമ്മുടെ ലൈവ് ക്ലാസ്സസിൻ്റെയൊക്കെ PDF ലഭിക്കുന്നതെല്ലാം ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ചെയ്യാത്തവരെല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമുക്ക് കറക്റ്റ് അപ്ഡേഷൻസിനകത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫാസ്റ്റ് ഫുഡ്?
സിമ്പിൾ ക്വസ്റ്റൻ ആണ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ഫാസ്റ്റ് ഫുഡ് കണ്ടുപിടിക്കാനാണ്. നോക്കി ഓപ്ഷൻ നോക്കാം. നമ്മുടെ ഓപ്ഷൻ ശ്രീക്കാന്ത് ഓപ്ഷൻ വെറുതെ കൊടുത്തേക്കുന്നതാണ്. ഓപ്ഷൻ ബി ഗ്രേപ്സ്, ഓപ്ഷൻ സി പിസ്സ, ദെൻ ഓപ്ഷൻ ഡി സ്ട്രോബെറി. ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റൻ ആൻസർ ആണ് എന്തെന്ന് പറയുക, പിസ്സയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്, ഫാസ്റ്റ് ഫുഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ് നമ്മൾ കഴിക്കുന്നതിനകത്ത് ഈ തന്നിരിക്കുന്നതിനകത്ത് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, പിസ്സയാണ്. നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ളതൊന്നും അല്ല. ഇത് നമ്മൾ എന്നാലും ഡെയിലി കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴും കഴിക്കുന്നതാണ്. പക്ഷേ ഗ്രേപ്സ്, സ്ട്രോബെറി ഒക്കെ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഗുണം ചെയ്യുന്ന വസ്തുക്കളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നോക്കി. If the image of an object is equal to the object, then there will be the position of the object. എന്താണ് പറഞ്ഞേക്കുക, ഇഫ് ദ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് അല്ലേ, പ്രതിബിംബം എന്താണ്, ഈക്വൽ ടു ദി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന് ഈക്വൽ ആകുന്നത് എവിടെ നിൽക്കുമ്പോഴാണ്, ഏത് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഇമേജ് എന്ത് ചെയ്യുക, ഇമേജും അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റും എന്തായിരിക്കും, എന്താണ് ഈക്വൽ ആയിട്ട് കാണപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഫോക്കസ്, ഓപ്ഷൻ ബി സെൻറ്റർ, ദെൻ ഓപ്ഷൻ സി സെൻറ്റർ ഓഫ് കർവേച്ചർ, ദെൻ ഓപ്ഷൻ ഡി ഇൻഫിനിറ്റി. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമേജസ് ഫോം ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്, ഫോക്കസിൽ ഫോം ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഫോം ചെയ്യുന്നുണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ എന്ത് ചെയ്യുകയാണ്, ഇമേജസ് ഫോം ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദി ഒബ്ജക്റ്റ്, ഓരോ ഒബ്ജക്റ്റിൻ്റെ എന്താണ് സെയിം സൈസിന് തന്നെ എന്തായിരിക്കും, ഇമേജിന് ഈക്വൽ ആയിട്ട് തന്നെ കാണപ്പെടുക എന്നുണ്ടെങ്കിൽ ആ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും എവിടെയായിരിക്കും, അത് എവിടെയായിരിക്കും, സെൻറ്ററിലാണോ സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കുമോ, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എഴുതാം, തെറ്റാതെ എഴുതാം. ഏതാണ്, ഓപ്ഷൻ സി സെൻറ്റർ ഓഫ് കർവേച്ചറിലായിരിക്കും എന്ത് ചെയ്യുക, ഇമേജസ് ഫോം ചെയ്യുന്ന കണ്ടീഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദി ഒബ്ജക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്, താഴെ തന്നിരിക്കുന്നത് കെമിക്കൽ ചേഞ്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. എന്താണ്, കട്ടിങ് ഓഫ് ട്രീസ് കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ, കൺവേർട്ടിങ് ബട്ടർ ഇൻ ടു ഗീസ് അതും എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് ബൾബ് അതും എന്താണ്, കെമിക്കൽ ചേഞ്ച് ആണ്. അന്നേരം നോക്കിയാൽ ഇതിനകത്ത് ഏതാണ്, ഓൾ ഓഫ് ദി എബോ ആയിരിക്കും എന്ത് ചെയ്യുക ആൻസർ. എല്ലാം എന്താണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. നമ്മുടെ വീഡിയോ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു മാച്ച് ഫോളോയിങ് ആണ് വന്നേക്കുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് ഏതാണ്, യൂറിയ. രണ്ടാമത്തെ എന്താണ്, ബയോ ഫെർട്ടിലൈസർ. ഓപ്ഷൻ സി നോക്കിയേ FIM, ദെൻ ഓപ്ഷൻ ഡി സനായി. നോക്കിയേ 4 എണ്ണം തന്നിട്ടുണ്ട്. ഈ 4 എണ്ണം എന്തിനൊക്കെ എക്സാമ്പിൾ ആണെന്നാണ് നോക്കാം നമുക്ക്. യൂറിയ എന്തിന് എക്സാമ്പിൾ ആണ്, എന്തിന് എക്സാമ്പിൾ ആയിരിക്കും, ഗ്രീൻ ഫെർട്ടിലൈസർ ആണോ, വെറും ഫെർട്ടിലൈസർ ആണോ, ബ്ലൂ ഗ്രീൻ ആൽഗയാണോ, അതോ നൈട്രജൻ ഫെർട്ടിലൈസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്, യൂറിയ എപ്പോഴും എന്തായിരിക്കും, നൈട്രജൻ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ആണ്. എന്നിട്ട് 4 ഓപ്ഷനുള്ള നോക്കാം. ഏതൊക്കെയാണ്, എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്. സി നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അടുത്ത് നോക്കി, ബയോ ഫെർട്ടിലൈസർ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും, ബയോ ഫെർട്ടിലൈസർ എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും, നോക്കിയേ ഫെർട്ടിലൈസർ ആണോ, ബ്ലൂ ഗ്രീൻ ആൽഗയാണോ, ഏതാണ് വരിക, നോക്കിയേ ബ്ലൂ ഗ്രീൻ ആൽഗയാണ് എന്തെന്നറിയപ്പെടുക, ബയോ ഫെർട്ടിലൈസർ എന്നറിയപ്പെടുന്നത്. FIM എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, FIM എന്നറിയപ്പെടുന്ന ഏതിനെയാണ്, ഫെർട്ടിലൈസറിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുക, എന്താണ് FIM എന്നറിയപ്പെടുന്നത്. സനായി എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഗ്രീൻ ഫെർട്ടിലൈസർ ആണ്. ക്ലിയർ ആണോ? നേരെ നോക്കി നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. നമുക്ക് ഇത് രണ്ടുമാണ് വരുന്നത്. ഒന്നാമത്തെ ആൻസർ ഏതാണ്, 4 ആണ്. രണ്ടാമത്തെ ആൻസർ ഏതാണ്, മൂന്നാമത്തെ ആണ് അല്ലേ, മൂന്നാമത്തെയാണ്. FIM എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെർട്ടിലൈസർ ആണ്. രണ്ടാമത്തെയാണ്. സനായി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫെർട്ടിലൈസർ ആണ്, ഒന്നാമത്തെയാണ്. അന്നേരം നോക്കി ഏതായിരിക്കും ആൻസർ വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ. നമുക്ക് ടെക്കിനകത്തും അതുപോലെ തന്നെ എണ്ണയ്ക്കകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ഫോളോയിങ്ങും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓക്കെയാണ്. ഈ 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊന്ന് പിക്ക് ചെയ്തെടുത്ത് സെലക്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതാണ് ഫുൾ വീഡിയോസ് കറക്റ്റായിട്ട് കാണുക. ഇത് കണക്കുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.